ഇതൊക്കെ 2 പാറിൻ്റെ ഇടയിൽ ഇതൊക്കെ മുകളിൽ മുമ്പ് ഒച്ചക്കല്ലടാ മുമ്പ് ഇവിടെ മുകളിൽ കയറുണ്ടായിരുന്നു, നല്ല തടിച്ച കയറുണ്ടായിരുന്നേ. ഇപ്പോൾ ആ കയറവിടെ ഇല്ല, കട്ട് ചെയ്ത് കളഞ്ഞാണോ അതിന് പൊട്ടി വീടുകയെന്ന് അറിയില്ല, ആരോ കയറിയിട്ട് പൊട്ടി വീണമെന്ന് അറിയില്ല. നമുക്കതിന് കയറാം, കയറില്ലാണ്ട് കുറച്ച് റിസ്ക്കാണ് കയറൽ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഭയങ്കര വ്യൂ ആട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് അല്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ആ പിന്നെ ഭയങ്കര സംഭവം, ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ ഒരു 3 കല്ലിങ്ങനെ നിൽക്കുന്ന ഒരു ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് ജോസ്ഗിരി ആട്ടോ. ജോസ്ഗിരി തിരുനെറ്റിക്കല്ലിലേക്ക് വന്നതാണ്. അപ്പം ഇനി കുറച്ച് മുകളിലേക്ക് കയറാനുണ്ട് തിരുനെറ്റിക്കല്ലെത്തണമെങ്കിൽ. ഓക്കെ, അറിയാലോ കുരിശുമല. അപ്പോൾ മുകളിലേക്ക് പോകട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് കാണാം കേട്ടോ. ഇവിടത്തേക്ക് വരുന്നതും കാര്യങ്ങളും കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഓക്കെ, മറക്കാണ്ട് പറ്റുമെങ്കിൽ പോയിട്ട് കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് കണ്ടാലും മതി. ഓക്കെ, നമുക്ക് ഇന്നേരം മുകളിലേക്ക് പോകണം കേട്ടോ. കുറേ ആൾക്കാർ പോയിട്ടുണ്ട്, ഇപ്പം ബൈക്കും ബുള്ളറ്റെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് മുകളിലേക്ക്. വിടാ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിലേ മുകളിൽ ഒരു കുരിശുണ്ട്. ശരിക്കും ഇത് കുരിശുമല കേട്ടോ. ടോപ്പിലൊരു കുരിശ്, വലിയൊരു പാറയുണ്ട്, പാറിൻ്റെ മുകളിൽ കുരിശുണ്ട്. അതെല്ലാം നമുക്ക് ഡയറക്റ്റ് കാണാം. പിന്നെ ആ കാണുന്ന അങ്ങോട്ട് കാണുന്നതെല്ലാം കണ്ടോ, അതെല്ലാം കർണാടക കേട്ടോ. കർണാടക മലനിരകളാണ്, എന്താണ് കൂർഗ് മലനിരകൾ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കർണാടക ബോർഡർ കേട്ടോ. ബോർഡറിൻ്റെ തൊട്ടിപ്പുറമുള്ളതാണ് ഈ കുരിശുമല, ഈ ജോസ്ഗിരി എന്ന് പറഞ്ഞ നാട്. ഓക്കെ, ഈ ഭാഗത്ത് കുറേ അങ്ങനത്തെ ഗിരി എന്നുള്ള പേരുണ്ട് കേട്ടോ. ഈ ജോസ്ഗിരി, ഉദയഗിരി, രാജഗിരി അല്ലേ, അങ്ങനത്തെ ബോർഡല്ലേ കണ്ട നമ്മൾ. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം അതിൽ ഒരു സ്ഥലമാണ് ജോസ്ഗിരി. ജോസ്ഗിരിയിലെ തിരുനെറ്റിക്കല്ല് കേട്ടോ. മെയിനായിട്ട് ഈ ക്രിസ്ത്യൻസ് ഏരിയയാണ് കംപ്ലീറ്റ്. ഒരുപാട് ചർച്ചുകൾ, വരുന്ന വഴിക്ക് ഒരുപാട് ചർച്ചുകളെല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് മുകളിലേക്ക് പോകാമെന്നാ. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. നമുക്ക് ലൈക്ക് ചെയ്തിട്ട് തുടങ്ങാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ല് വരും, അതൊന്ന് പ്രസ് ചെയ്യാട്ടോ. അപ്പം ഓൾ സെലക്ട് ചെയ്യാട്ടോ. ഓക്കെ, വേറൊന്നുമില്ലല്ലോ, മുകളിലേക്ക് പോവാം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, രണ്ടും ഒന്ന് ഫോളോ ചെയ്യട്ടോ. പൊളിക്കാം നമുക്ക്. വാ. അപ്പോൾ നമ്മളെ വണ്ടി ഉണ്ട് അവിടെ. വണ്ടി അവിടെ വെച്ചിട്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടി കുറച്ച് തണലിലേക്ക് വന്നതാണ്. കമാൺ. അങ്ങനെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ബുള്ളറ്റ്. അവിടെ ഇവിടെ വേറെ 2 വണ്ടിയുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ കുറച്ച് താഴെ വെച്ചേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും കുറച്ചും കൂടെ കയറാനുണ്ട്, കുറേ നല്ലോണം കയറാനുണ്ട് വിചാരിച്ചു. അങ്ങനെ ഏതായാലും വണ്ടി എടുക്കാൻ വെച്ചിട്ട് കുറച്ച് നല്ല കട്ട ഓഫ് റോഡ് ആട്ടോ. കട്ടക്കടകടലായിട്ട് കയറി നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എത്തി കേട്ടോ. അതുകൊണ്ട് വണ്ടിയുടെ സൈഡാക്കി. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ നടന്നിട്ട് തന്നെ കയറണം, വണ്ടി കയറില്ല. അതുകൊണ്ട് വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട്. പോവാ. മുകളിൽ മുമ്പ് ഒരു ചായക്കടയിലുണ്ടായിന്, അതിലുണ്ടോ നോക്കിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വരുമ്പോൾ ചായം കുടിക്കാം. നല്ല മുട്ട ആംപ്ലേറ്റ് കിട്ടും, നല്ല തണുപ്പിന്. മുമ്പ് കുടിച്ചിട്ടുണ്ടായിന്. വാ, കുറച്ച് നടന്നിട്ട് കയറാമല്ലോ. ഹോയ് 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 ഹോയ്. അവിടെ അങ്ങനെ ഒരു കുതിര ഉണ്ടോ, ഒരു കുതിരയുണ്ട്, നല്ല കാപ്പി കളർ കുതിര. നമുക്ക് അടുത്തേക്ക് പോയാലോ. ഇതാ കയറുമ്പോൾ തന്നെ ഇതാ ഇവിടെ 13ാം സ്ഥലം. മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഉണ്ടോ? ഇനി നമുക്ക് ഇതുവഴിയാണ് കയറേണ്ടത്. അപ്പോൾ അവിടെ ഒരു കുതിരയുണ്ട്, നമുക്ക് അതിനൊന്ന് നോക്കിയിട്ട് വരാമല്ലോ. ബാ വാടമഹേശേ ബാ. നല്ല സാധനം കേട്ടോ, നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ടല്ലേ പിന്നെ. പക്ഷെ നല്ല റേറ്റ് ആട്ടോ ഇത്. ചവിട്ട് കിട്ടുമോയെന്നറിയില്ല. ബാക്കിലാണെങ്കിൽ ഇപ്പോൾ സ്പോട്ടിൽ ചവിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടേ ഉള്ളത്. ബാ നമുക്ക് അപ്പുറത്തെ കൂടെ മുകളിൽ കയറാമല്ലോ. മക്കളെ നല്ല കയറ്റാട്ടാ, മോശമില്ലാത്ത കയറ്റാ. നോക്കിയേ, കുത്തനെ കയറണം. നല്ല ജീപ്പെല്ലാം ഉണ്ടെങ്കിണ്ടല്ലോ, 4 വീല് ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ ചവിട്ടി കയറ്റാൻ മുകളിലേക്ക്. കണ്ട ജീപ്പ് കൊണ്ട് അതേ വഴിയുണ്ട്. കാറൊന്നും കയറൂല, പക്ഷേ ഓഫ് റോഡ് വണ്ടിയെല്ലാം കയറും അല്ലേ. നല്ല രസമല്ലേ, നല്ല കയറ്റാട്ടാ. ഞാൻ കുത്തനെ കയറാനുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാനിവിടെ ആദ്യമായിട്ടപ്പോൾ വന്നതറിയാം. ഞാൻ ഒരു 3-4 വർഷം മുമ്പ് ഇവിടെ പ്രോഗ്രാമിന് വന്നിനി.
ഇതിൻ്റെ മുകളിൽ ടെൻറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, അത് നമുക്ക് നോക്കാം. കുറേ ടെൻറ്റൊക്കെ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നവാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നവാസ്ക, നമ്മുടെ ചെറുപുഴയിലാണ്. അപ്പം അവർ പ്രോഗ്രാം എടുക്കലുണ്ട്. അപ്പോൾ അവരെ പരിപാടിക്ക് അവിടെ പാട്ടാടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടത്തേക്ക് വരുന്നത്. പിന്നീട് വന്ന സമയത്താണ് വീഡിയോ ചെയ്തത്. അതാണ് എൻ്റെ യൂട്യൂബ് ചാനലുള്ള കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലം അറിയുന്നത് ശരിക്കും പറഞ്ഞത്. കറാ നമുക്ക് ആ ടെൻറ്റും ഉണ്ടോ നോക്കാം കേട്ടോ. ഓക്കെ, ഇതാട്ടോ ഞാൻ പറഞ്ഞ ചായക്കട. ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. തിരുനെറ്റി തട്ടുകട. അവിടെ പാറ അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിൽ കണ്ട അങ്ങ് പാറ കണ്ട. ഗൈസ് വഴിയൊക്കെ കുറേ മാറി കേട്ടാ. ഇവിടെ കണ്ട, ഇവിടെ ഇപ്പോൾ പുതിയ റോഡ് പോലെല്ലാം വന്നിട്ടുണ്ട്. കണ്ട, ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് റോഡ് പോലെല്ലാം വന്നിട്ട് കാണുന്നുണ്ട. മുമ്പ് ഇതൊന്നും ഉണ്ടായില്ല. മുമ്പ് എന്ന് പറയുമ്പോൾ 2.5 വർഷം മുമ്പ് കേട്ടോ. നമ്മ ഇങ്ങനത്തെ ഈ വഴി കണ്ട, ഇങ്ങനത്തെ വഴിയിലോട്ട് മുമ്പ് കയറിയത്. ഇങ്ങനത്തെ വഴി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് വഴിയാണ് നമ്മൾ കയറിയത് മുമ്പ്, എനിക്ക് ഓർമ്മയുണ്ട്. ഇതന്നെ. പിന്നീടല്ലോ സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടോ. അവിടെ പുതിയ റോഡും വന്ന് അവിടെ പാർക്കിംഗ് എന്നെല്ലാം പറഞ്ഞിട്ട് താഴെ കാണുന്നുണ്ട്. പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പെയ്ഡ് പാർക്കിംഗ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ താഴെ. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് മംഗലാപുരം പോയ സമയത്ത് നമ്മളെ മാക്ബുക്ക് പ്രോ M1 Pro എടുക്കാൻ പോയ സമയത്ത്, ലാപ്ടോപ്പ് എടുക്കാൻ പോയ സമയത്ത് ഡെക്കാത്തലോണിൽ പോയിട്ടുണ്ടായി. അപ്പോൾ ഒരു ട്രെക്കിങ്ങിൻ്റെ ഷൂ വാങ്ങിയിട്ടുണ്ടായി. ഇതാ ശരിക്കും ഇതിൻ്റെ പവർ എന്താണെന്ന് ഇപ്പോൾ അറിഞ്ഞു കേട്ടോ. ഇത് ട്രെക്കിങ്ങിൻ്റെ ഷൂ ആണ്. 999 റുപ്യ. ഇതിൻ്റെ ഗ്രിപ്പ് കണ്ടോ, ടയറാ, എന്താ സാധനമെന്നറിയാം. അതിൻ്റെ ഗുണം ഇപ്പം ഞാൻ അറിയുന്നത്. കുന്നു കയറുമ്പോൾ എന്താ സുഖമെന്നറിയാം. ഒരു സ്ലിപ്പ് ഒന്നുമില്ല, ഒരു സ്ലിപ്പാവലില്ല, ഒന്നുമില്ല. നല്ല സുഖത്തിൽ പ്രസ് ചെയ്തിട്ട് അങ്ങ് കയറാം. അടിപൊളി കേട്ടോ, ഡെക്കാത്തലോൺ പൊളി. അപ്പോൾ ട്രെക്കിങ്ങിന് ഇങ്ങനത്തെ അത്യാവശ്യം കുന്തലം കയറണ്ടല്ലേ നമുക്ക്. അപ്പോൾ അതിന് പറ്റുന്നൊരു ഷൂ നോക്കിയതാ. വെറും 999 റുപ്യല്ലോ കേട്ടോ. അടിപൊളി സാധനമാണ്. ഒരു 3-4 കൊല്ലത്തേക്ക് ചിന്തിക്കേ വേണ്ട. എന്തായാലും കുറഞ്ഞത് 2-3 കൊല്ലത്തേക്ക് നോക്കേ വേണ്ട. കയറാനാ നമ്മൾ നടന്ന് കയറുമ്പോൾ ഇതാ ആ പാറ എത്തിയിട്ടോ. ആ പാറിൻ്റെ അവിടെ നിന്ന് കുറച്ചപ്പുറം എത്തണം കേട്ടോ. പാറ തന്നെ, ആ പാറ തന്നെ. ആ പാറിൻ്റെ അവിടെ വേറൊരു പാറയും കൂടെ ഉണ്ട്. അവിടെയാണ് കുരിശുള്ളത്. നമ്മൾ വരുന്ന വഴിയുണ്ടോ, നടക്കുന്ന വഴിയുണ്ടോ. അങ്ങനെ നമ്മൾ എത്തിപ്പോയി. എന്താ നമ്മളീ പാറ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ ആയിരക്കണക്കിന് പേരുണ്ടാവും ഇതിൽ എഴുതിയിട്ടുണ്ടാവും ആൾക്കാർ. കംപ്ലീറ്റ് പേരാ. എന്താ ഇതൊന്നുമല്ല, മുകളിൽ കയറി എന്നും കാണാം നമുക്കിപ്പോൾ. നമ്മൾ കയറി വരുമ്പോൾ വ്യൂ നോക്കിയേ. എന്താണല്ലേ. മലകൾ നോക്കിയേ. നമ്മൾ അത്രയും ഹൈറ്റിലുള്ള കേട്ടോ. പൊളി കുരിശതാ, കുരിശാണ് അങ്ങ് അവിടെ. ഇതൊക്കെ 2 പാറിൻ്റെ ഇടയിൽ, ഇതൊക്കെ മുകളിൽ, അതിനിടയിലൊരു പാറ ഒക്കെ. പാമ്പാറ്റുണ്ടാ, പാമ്പാറ്റുണ്ടെങ്കിൽ തീർന്ന്. ഇതുണ്ടോ, അതിന് മുകളിൽ ആൾക്കാരുണ്ട് കേട്ടോ. 2-3 ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയേട്ടാ. ഇതൊക്കെ ഇതാണ് തിരുനെറ്റി കല്ല്. പാറ നിൽക്കുന്ന നോക്കിയാൽ കട്ട് ചെയ്ത് വെച്ച പോലെ കണ്ട. ഇതാണ് കുരിശ് കേട്ടോ. അതിന് മുകളിൽ കുരിശുണ്ട്. ഇങ്ങനെ കുറേ വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ലേസിൻ്റെ ഒക്കെ പാക്കറ്റാണ് കണ്ട. പല കമ്പനികളെ എന്തൊക്കെയോ പാക്കറ്റ് ഇവിടെ കൊണ്ടുവന്നിടും. നമ്മളെപ്പോലത്തെ ആൾക്കാരാണ്. അതുപോലെ ബോട്ടിൽസ് കണ്ട, ഇഷ്ടം
ഇഷ്ടംപോലെ ബോട്ടിൽ ഇതവിടെ കൂട്ടിയിട്ടിട്ട് ഇതുവഴിയും കയറി വരാം കേട്ടോ. നമ്മൾ വന്ന അവിടെ നിന്ന് തെറ്റിയിട്ടില്ലടാ, ആ തെറ്റി ഇതുവഴിയാ. ഇതണ്ട ഫുള്ള് വേസ്റ്റ് ആട്ടോ. ബോട്ടിലൊക്കെ ഇവിടെ ഇന്ന് വരുന്നവരിട്ട ബോട്ടിലാ. ഇതെല്ലാം എങ്ങനെ നിലത്ത് താഴെത്തിക്കടാ? മുകളിൽ കയറാം. കയറുണ്ട് ഇപ്പം മുകളിൽ പിടിച്ചു കയറുന്ന കയറുണ്ടോ? ഇല്ലല്ലേ, മുമ്പ് അവിടെ ഒരു കയറുണ്ടായിരുന്നു. കയറില്ലല്ലേ, ആരും കയറ് പിടിച്ച് പൊട്ടി വീണിട്ടുണ്ടാവും. അങ്ങനെ പോയതായിരിക്കും. മുമ്പ് ഒച്ചക്കല്ലടാ, മുമ്പ് ഇവിടെ മുകളിൽ കയറുണ്ടായിരുന്നു, നല്ല തടിച്ച കയറുണ്ടായിരുന്നേ. ഇപ്പോൾ ആ കയറ് അവിടെ ഇല്ല, കട്ട് ചെയ്ത് കളഞ്ഞാണോ അതിന് പൊട്ടി വീണോന്ന് അറിയില്ല. ആരോ കയറിയിട്ട് പൊട്ടി വീണോന്ന് അറിയില്ല. നമുക്കതിന് കയറാം. കയറില്ലാണ്ട് കുറച്ച് റിസ്ക്കാണ് കയറൽ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കയറാൻ കഴിയോ? ഇറങ്ങലാ പേടി, പക്ഷെ ഇറങ്ങലാ എനിക്ക് പേടിയാട്ടോ. ആ ഇപ്പഴ ഇത്ര ആടും ഇല്ലല്ലേ ഇവിടെ? ഇല്ലെന്നേ. ആ ഓക്കെ, ഇങ്ങോട്ട് സ്പേസ് ഉണ്ട്. ആ അങ്ങനെ ടോപ്പിലെത്തിയാട്ടോ. ഒരു ഹായ് പറഞ്ഞോ. ഹായ് ഹായ്. എന്താ പേരെന്ത്? നികേഷ്. എവിടെ? മാംഗ്ലൂർ. എവിടെ സ്ഥലം? ചെറുപുഴ തന്നെ. ചെറുപുഴക്കാരൻ, തൊട്ടടുത്തല്ലേ. അപ്പോൾ സ്ഥലം കാണിക്കാൻ പോണെന്ന്. അതെയാ? അപ്പോൾ ഇതാണ് നമ്മ പറഞ്ഞ കുരിശ് കേട്ടോ. ഭയങ്കര വ്യൂ ആട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന്, അല്ലേ? ഒരു രക്ഷയില്ലാത്ത വ്യൂ. ആ പിന്നെ ഇവിടെ മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാ കാട്ടിലേക്ക് പോകുന്ന അതിൻ്റെ ഇടക്ക് അവിടെ പാറയുണ്ടല്ലേ. അത് പറഞ്ഞ വൈവായിരിക്കുമല്ലേ അതിൻ്റെ മുകളിൽ. ആ അതിന് ഇവിടുന്ന് തന്നെ ഇതന്നെ കാണുമ്പോൾ ഭയങ്കര രസമാട്ടോ. അതിൻ്റെ മുകളിലും കമ്പി അടിച്ചിട്ട് കാണുന്നുണ്ടല്ലോ. ആ അവിടെ എന്തോ ഉണ്ട് കേട്ടോ. ഭയങ്കര സംഭവം. ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ ഒരു 3 കല്ലിങ്ങനെ നിൽക്കുന്ന ഒരു ആ 2 ഇടക്ക് തങ്ങിയൊക്കെ. അപ്പോൾ ഇവിടെ മുമ്പ് ഹൈറ്റിൽ പാറ ഉണ്ടായിരുന്നു അല്ലേ? പൊട്ടി ഇങ്ങനെ പോയതായിരിക്കും അല്ലേ? അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതിൻ്റെ. അപ്പോൾ മാംഗ്ലൂർക്കാരൻ ഇറങ്ങുന്നുണ്ട്. നോക്കി ഇറങ്ങണേ. കുറച്ച് റിസ്ക് കേട്ടോ. ഇവിടെ മുമ്പ് കയറുണ്ടായിരുന്നു. ഇതാ കയറുണ്ടായതിൻ്റെ കമ്പി ഇതാട്ടോ. ഇവിടെയാണ് കയറുണ്ടായിരുന്നത് കേട്ടോ. ഇതൊക്കെ ആരോ പൊട്ടിച്ചതാണോ അതിന് പൊട്ടി വീണതാണോ ഒന്നും അറിയില്ല. പിന്നെ ആ കാണുന്നൊക്കെ കൂർഗല്ലേ ബോസേ? കൂർഗല്ലേ? കർണാടക സ്റ്റേറ്റ് ഇതല്ലേ അത്? കർണാടക ഇതാട്ടോ, മലനിരകളാണ് അല്ലേ? കൂർഗ് മലനിരകളാണ് കംപ്ലീറ്റ്. അതൊക്കെ കർണാടക കേട്ടോ. എന്താണല്ലേ, ശരിക്കും ഇത് ബോർഡറാണല്ലേ? തൊട്ടപ്പുറം ഇത് ഈ റോഡില് ഈ ജോസിരി നമ്മളിങ്ങ് കയറി വരുന്നത്, അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ കർണാടക ഇതിലേക്കാണ്. അയ്യല്ലേ? ആ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കർണാടക ബോർഡർ കേട്ടോ. മൊത്തം കർണാടക അങ്ങോട്ടേക്ക് കംപ്ലീറ്റ്. നമുക്ക് വനമല്ലേ, കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഈ പുഴയ്ക്ക് അക്കരെ കർണാടക അവിടെ താമസിക്കുന്നുണ്ട്. കർണാടകത്തിന്റെ ഇതിൽ തന്നെ മുന്താരി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇതിൽ പെടുന്നത്. പെടുമല്ലേ? അയ്യോ എത്തി. വാ അടുത്താരാന്ന് ഇറങ്ങിക്കോ. ആ അങ്ങനെ നമ്മൾ ഇറങ്ങിയാട്ടാ. അയ്യോ വരാന്നാ കാണാം. ഓക്കെ ബൈ. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണേ, ഇറങ്ങി പോകും. എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നി ഇതാട്ടോ. അത് കണ്ട താവട്ടേക്കോ. ഇത് നോക്കിയേ, എൻ്റെ തലനേരം മുകളിൽ വലിയൊരു പാറ ഇങ്ങനെ തങ്ങി വയ്ക്കുക. ഈ 2 പാറിൻ്റെ ഗ്യാപ്പിന് സംഭവം അല്ലേ. പിന്നെ അതുപോലെ ഒന്ന് ഇതാ ഇവിടെ ഇറങ്ങി വെക്കുന്നു. വാ താവട്ടേക്ക് ഇറങ്ങാം.
അങ്ങനെ താഴേക്ക് ഇറങ്ങിയാട്ടാ. ഫുള്ള് ഉരുണ്ട കല്ലുകൾ, ഉരുളൻ കല്ലുകൾ അല്ലേ? അങ്ങനെ നമ്മൾ താഴെത്തിയട്ടാ. ഇതുവഴി ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ വന്ന് കണ്ടാമ പോയ സ്ഥലം അതാ. അങ്ങ് അവിടെ കുരിശ് കാണുന്നുണ്ട്, ചെറുതായിട്ട് കുരിശും അവെല്ലാം പാറയതാ. ഇനി നേരെ ഇതുവഴി ഇങ്ങനെ താഴോട്ടേക്ക്. ഇവിടെ ഇപ്പോൾ റോഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുവഴി ഇങ്ങനെ റോഡാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ അടുത്ത് എത്തിയട്ടാ. പിന്നെ അപ്പം നേരെ നാട്ടിലേക്ക് പോവാ. അപ്പം വീഡിയോ വേണ്ടി പോയാട്ടാ. വീഡിയോ ശരിയില്ലേ? ഒന്ന് ലൈക്ക് ചെയ്യട്ടാ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ വിളിച്ചേട്ടാ. ഓക്കെ, പോവാ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.